F-35 വിമാനം ഇന്ത്യയിൽ എത്തിയത് അതും കേരളത്തിലെ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ വണ്ടിയിൽ വന്ന് ഇറങ്ങാനായിരുന്നു ആ വിമാനത്തിന് യോഗം. എന്തായാലും അത് ഇറങ്ങി അവിടെ സുരക്ഷിതമായി 24 ദിവസം പൂർത്തിയാക്കി ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഹാങ്ങറിലേക്ക് മാറ്റിയിരിക്കുന്നു. ശീതീകരിച്ച ഹാങ്ങറിൽ ബ്രിട്ടീഷുകാർ മാത്രമുള്ള ഒരു ഹാങ്ങറിൽ അവർ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. വേറെ ആർക്കും പ്രവേശനമില്ല. അത്ര രഹസ്യമായിട്ടാണല്ലോ ഇതിന്റെ പരിപാടികളൊക്കെ. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇന്ത്യ ഒരു രഹസ്യാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വിമാനം നിങ്ങളാരും കാണണ്ട എന്ന രീതിയിലാണ് അവരത് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ എടുത്തൊരു നിലപാട് വാടക പോലും വാങ്ങണ്ടെന്നുള്ളൊരു നിലപാടിലാണ് ഇന്ത്യ ആദ്യം മുതലേ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ആ സമയം ഇത്രയും ആ ഭാഗം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. മറ്റൊരു രാജ്യത്താണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊന്നും അവരുടെ അടുത്ത് എവിടെയെങ്കിലും മൂലക്കിടുകയുള്ളൂ. അപ്പോൾ ഈ ചാക്കയിലെ 2-ാം നമ്പർ ഹാങ്കറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി F-35B ഉള്ള പ്രദേശം മുഴുവൻ ഭാഗവും മറച്ചിരിക്കുകയാണ്. ഇപ്പോൾ അകത്ത് നടക്കുന്നത് എന്തെന്ന് ബ്രിട്ടീഷ് വിമാനത്തിലെത്തിയവർക്കൊഴികെ മറ്റാർക്കും അറിയില്ല. പക്ഷേ അദാനി വാടക വാങ്ങുമെന്ന് പറഞ്ഞു. അദാനി വാടക വാങ്ങും. ഹാങ്ങറിൽ കയറ്റിയതുകൊണ്ട് എയർ ഇന്ത്യക്കും കിട്ടും ഈ വാടക. ഇനി യുദ്ധവിമാനം പറക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 14 അംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ഇപ്പോഴും അതിൻ്റെ അറ്റകുറ്റപ്പണിക്കുള്ള ശ്രമം നടത്തുകയാണ്, പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ കുഴപ്പം കണ്ടെത്താനായിട്ടില്ല. വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ US-ലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട്. അതായത് നിർമ്മാണ കമ്പനിയിലുള്ളവരാണ് വന്നിരിക്കുന്നതിനകത്തുള്ളത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ഗുരുതരമാണ്. ഇത് എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റിയ F-35 യുദ്ധവിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി അതീവ സുരക്ഷാ സംവിധാനത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് പണികൾ തുടങ്ങിയത്. ഈ ചാക്കയിലെ 2-ാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി ഈ പ്രദേശം മുഴുവൻ ഭാഗവും മറച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാർക്കൊന്നും അതിനകത്തേക്ക് കയറാനോ ഒന്നും യാതൊരു അനുമതിയുമില്ല. ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആരെയും അതിൻ്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കില്ല. അതിനിടെ വിമാനത്തിൻ്റെ വാടകയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അദാനി അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതെ, വാടക അടയ്ക്കാമെന്ന നിലപാടിലാണ് ബ്രിട്ടീഷ് റോയൽ നേവി. അതുകൊണ്ട് തന്നെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിൻ്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്നും ഈടാക്കും. F-35B യുദ്ധവിമാനം വലിപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് 20,000 രൂപ വരെ വാങ്ങാം. അപ്പോൾ ഒരു ദിവസം 20,000 രൂപ വെച്ച് വാങ്ങാൻ പറ്റും. വിമാനം കഴിഞ്ഞ 24 ദിവസമായി വിമാനത്താവളത്തിലുണ്ട്. ലാൻഡ് ചെയ്യാൻ 1 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് വിമാനത്താവളം നടത്തിപ്പുകാർക്ക് നൽകേണ്ടത്. യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയർമാരുമായി ബ്രിട്ടനിൽ നിന്നെത്തി എയർബസ് A400M അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരും. നേരത്തെ സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഇളവ് കൊടുക്കുന്നതും പ്രതിരോധ വകുപ്പ് പരിഗണിച്ചിരുന്നു. എന്നാൽ അത് ഭാവിയിൽ പലവിധ ചർച്ചകൾക്കിടയാക്കും. അതിനാൽ വാടക വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം പിന്നീടൊരു അവസരത്തിൽ വാടക വാങ്ങാതെ എന്തെങ്കിലും ധാരണയാക്കിയെന്നോ അങ്ങനെയൊക്കെയുള്ള ഇത് വരാം. വിദഗ്ധ സംഘം എത്തി പരിശോധന തുടരുകയാണെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കും. യുദ്ധവിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊളിച്ചുകൊണ്ടു പോകാനാണ് നീക്കം. കഴിഞ്ഞ ജൂൺ 14-നായിരുന്നു ബ്രിട്ടൻ്റെ 5-ാം തലമുറ വിമാനമായ F-35 യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. അതായത് 4-ാം നമ്പർ ബേയിൽ CISF-ൻ്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം. വിദഗ്ധർ എത്തിയപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റുകയായിരുന്നു. അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു F-35 വിമാനം തിരുവനന്തപുരത്ത് എത്തിയത്. വിദഗ്ധ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിക് സംവിധാനത്തിലും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റേ പപ്പു ഒരു സിനിമയിൽ പറയുന്ന പോലെ സ്പാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവസാനം ഇത് നടക്കാതെ പോകുമ്പോൾ ആക്രി പോലെ എല്ലാം പൊളിച്ചടുക്കി കൊണ്ടുപോകുന്നൊരു രീതിക്കായിരിക്കും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുമെന്നാണ് തോന്നുന്നത്. ഇത് വലിയ ട്രോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്യവുമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് അവർ ഈ വിമാനത്തിന്റെ പടം വെച്ചിട്ട് പരസ്യം ഉണ്ടാക്കി. ഗംഭീര പരസ്യം, ഗംഭീര സ്ട്രാറ്റജി ആയിരുന്നു. അതിന് പിന്നാലെ ഓരോരുത്തരെ രംഗത്തിട്ട് മോട്ടോർ വാഹന വകുപ്പ്, കേരള പോലീസ്, കേരള ഗ്രാമീൺ ബാങ്ക്, മിൽമ, എന്തിനത് ചായക്കടകൾ വരെ ഇതിന്റെ ട്രോളുകളും പരസ്യങ്ങളും ഉണ്ടാക്കാൻ മറന്നില്ല എന്നുള്ളത്. OLX-ലിട്ടു. ഇപ്പൊ F-35Bയുടെ F-35B നായർ ഗോട്ട് ഇറ്റ്സ് പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് പാൻ കാർഡ് വരെ ഉണ്ടാക്കി. പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങി ഏതിന് F-35 ആണ്. അപ്പൊ ഇതിനിടയ്ക്കൊരു വലിയൊരു ചർച്ച വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിമാനം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ചൈനയിലായിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ? ചൈനയിലാണ് അബദ്ധവശാൽ ഈ വിമാനം ചെന്ന് ഇറങ്ങിയത് എങ്കിൽ ആ വിമാനത്തിന്റെ ആദ്യം എന്ത് ചെയ്യും? ചൈന സ്കാൻ ചെയ്തതിന്റെ പരിപാടികൾ മൊത്തം മനസ്സിലാക്കും. അതിനെ പറ്റിയിട്ടൊരു സാധനം തയ്യാറാക്കും. ആദ്യം കാർഡ്ബോർഡിൽ തയ്യാറാക്കും, പിന്നെ കളിമണ്ണിൽ തയ്യാറാക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ചൈന എന്ത് ചെയ്യും? F-35 J-35 എന്ന പേരിൽ അവരൊരു വിമാനം ഉണ്ടാക്കി ഇറക്കും. പക്ഷെ ഇന്ത്യ ഒന്നും ചെയ്തില്ല. ഇന്ത്യ എല്ലാ കാലത്തും ഒരു മര്യാദയുള്ള ഒരു രാജ്യമാണ്. എല്ലാവരോടും, ശത്രുക്കളോട് പോലും മര്യാദ പുലർത്തുന്ന രാജ്യമായതുകൊണ്ട് തന്നെയാണ്
ഇന്ത്യ വളരെ മാന്യമായിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു, ഇത്തരം ഹ്യൂമർ സെൻസോടുകൂടി കാര്യങ്ങൾ എടുത്തു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും ഒരുപാട് തിയറികൾ കിടന്ന് കറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജാമിംഗ് സംവിധാനം വെച്ചിട്ട് റഡാറുകൾ ഇതിനെ ജാം ചെയ്ത് താഴെ ഇറക്കി. ഇവർക്ക് പറന്നു വരാൻ കഴിയുന്നില്ല. ആ ജാമിംഗ് സിസ്റ്റം ഇപ്പോഴും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവർക്ക് നന്നാക്കാൻ കഴിയാത്തത് എന്ന് വരെ തിയറികളുണ്ട്. പക്ഷെ അതിന് മുമ്പൊക്കെ ആദ്യം വന്ന തിയറികൾ എന്ന് പറഞ്ഞാൽ ഈ ഡിഫൻസ് സ്ട്രാറ്റജിക് സൈറ്റുകൾ, അത് ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യൻ സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്സുകളും അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ തയ്യാറാക്കുന്ന വിവിധ വെബ്സൈറ്റുകൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നാറ്റോയുടെ ഒരു പരീക്ഷണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നാറ്റോ അംഗരാജ്യങ്ങളുടെ ഒരു വിമാനത്തിനെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് എത്തിയാൽ ഇന്ത്യ എങ്ങനെ സ്വീകരിക്കും, അതായിരുന്നു അവർ പരീക്ഷിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് വന്നിറങ്ങി അവർ സ്വീകരിക്കുമോ അതോ ശത്രുവിനെ പോലെ കണക്കാക്കുമോ, നിസ്സഹകരണം കാണിക്കുമോ, ഇല്ലെങ്കിൽ ഇറക്കിയതിന് ശേഷം മറ്റെന്തെങ്കിലുമൊക്കെ ഉപാധികൾ വെക്കുമോ. ഇന്ത്യ ഒന്നും ചെയ്തില്ല. ഇന്ത്യ വളരെ സാധാരണമായിട്ട് എങ്ങനെയാണോ ഒരു നോർമലായിട്ട് ഒരാളോട് ഇടപെടുന്നത് അതുപോലെ ഇന്ത്യ ഇടപെട്ടു. അപ്പോൾ നാറ്റോയ്ക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി പറയാറുണ്ട്, ഇത് ഇന്ധനം തീരാനുള്ള സാധ്യത കുറവാണ്, ഇന്ത്യയിൽ നിന്ന് റീഫ്യൂൽ ചെയ്യില്ല, കാരണം JP5 JP8 പോലുള്ള ഗ്രേഡിങ് നാറ്റോ സർട്ടിഫിക്കേഷനുള്ള ഫ്യൂലാണ് ഇതിൽ നിറയ്ക്കുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ പോലും ഇന്ത്യയുടെ ഡിഫൻസ് ഏവിയേഷൻ ഫ്യൂലൊന്നും ഇതിനകത്ത് നിറയ്ക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും നിറച്ചതായിട്ടൊക്കെയാണ് വാർത്ത വന്നത്. പിന്നെ അതിന് പിന്നാലെ അവരുടെ തന്നെ 2 ടെക്നീഷ്യന്മാർ വന്നു, എന്നിട്ട് ഇതിനെ ശരിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ കാലാവസ്ഥ പ്രശ്നമാണെങ്കിലും HMS പ്രിൻസ് ഓഫ് വെയിൽ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ ഇറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുള്ള വിമാനമാണെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന കാലാവസ്ഥ പ്രശ്നങ്ങളോ സാങ്കേതിക തകരാറോ ഒന്നുമില്ല. സാങ്കേതിക തകരാറ് വന്നത് പോലും ഹൈഡ്രോളിക്കിനാണ്, അത് ലാൻഡ് ചെയ്തതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ലാൻഡിങ്ങിൽ ലാൻഡിംഗ് ഗിയറിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ അതിന് മുൻപ് ഒരു തകരാറില്ലെങ്കിൽ അവർ ഇറക്കാൻ ശ്രമിക്കുമോ? തകരാറില്ലാതെ ഇറക്കില്ലല്ലോ. അപ്പൊ ഇന്ധനം തീർന്നതാണെന്ന് പറയുന്ന ന്യായീകരണം പോലും കാരണം ഇന്ധനം ഫുള്ള് നിറച്ചിട്ടല്ലേ എന്തായാലും. അതെ, പൂർണ്ണമായിട്ട്. അതുപോലെ അവർ കൃത്യമായിട്ട് ഇത്ര ശതമാനത്തിൽ ഇന്ധനം താഴ്ന്നതിന് മുമ്പ് തന്നെ ഇവർ എന്തായാലും ലാൻഡ് അത് പലതവണ പരാജയപ്പെട്ടത് കൊണ്ടാണ് മെയിൻ ലാൻഡിലേക്ക് വന്നത്. പക്ഷേ എങ്കിലും ഏതാണ്ട് 100 കിലോമീറ്റർ എങ്ങാണ്ട് വ്യത്യാസം ഈ പറയുന്ന ഫ്ലൈയിങ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് വന്നിറങ്ങാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ട് എന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്ത് രഹസ്യമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച പാകിസ്ഥാൻകാർക്കൊക്കെ വലിയ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഇവർ തമ്മിൽ എന്തോ ധാരണയുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രശ്നം നടക്കുമ്പോഴാണ് ഇത് വന്നത്. ആ സമയത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇറാനെ അടിക്കാനുള്ള തയ്യാറെടുപ്പാണ്, ഇത് ആദ്യ പരീക്ഷണമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയത്, ബാക്കി ഇവിടുന്ന് ഫ്യൂൽ ചെയ്ത്. പക്ഷേ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് ഈ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിനടക്കം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വന്ന് റീഫ്യൂൽ ചെയ്ത് പോയിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യം. പല യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ പല എയർപോർട്ടുകളിലും അമേരിക്കയ്ക്ക് പലപ്പോഴും നമ്മൾ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ള തിയറികൾ, എന്തൊക്കെയാണ് ദുരൂഹതകൾ എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും ഈ വിമാനം നന്നാക്കി പറന്നു പോയാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും. ഇനി നന്നാക്കി പറന്നു പോയില്ല, മുറിച്ച് മുറിച്ച് പീസാക്കി കൊണ്ടുപോയാലും അതും ഒരു സംഭവമായിരിക്കും. എന്തായാലും അദാനിക്ക് ഗോൾ അടിച്ച് എന്തായാലും ഇത് എന്താവും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.